ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് കൊല്ലം ആശ്രാമം മൈതാനത്ത് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്കൊന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കയറി. 50 രൂപയാണ് ടിക്കറ്റ്. ആ കയറുന്നിടത്ത് തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് മാംഗോ ജ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അതായത് ടിക്കറ്റ് എടുത്ത് കയറുന്ന എല്ലാവർക്കും അവർ ഈ മാംഗോ ജ്യൂസ് കൊടുത്തിട്ടാണ് അകത്തോട്ട് വിടുന്നത്. ഞങ്ങൾ വലിയ തിരക്കൊന്നും ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾക്കൊരു 2, 3 ഗ്ലാസ് കിട്ടിയായിരുന്നു കേട്ടോ അവർ തന്നു. അത്യാവശ്യം നല്ല മാംഗോ ജ്യൂസ് തന്നെ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ചു അവിടെ നിന്ന് കുറച്ച് നേരം. വൈഫും മോനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഒരു അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ദാ ഈ കാണുന്നതാണ്. നിറയെ ലവ് ബേർഡ്സാണ്. എല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതേ കണക്ക് മരത്തിൻ്റെ കുറേ ഇതൊക്കെ വെച്ചിട്ട് അതിനകത്തെല്ലാം ഇതിങ്ങനെ നടന്ന് പറന്ന് കളിക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അവർ സൂക്ഷിച്ചേ കയറ്റത്തുള്ളൂ. കാരണം ഇത് തുറന്ന് പോയി കഴിഞ്ഞാൽ പുറത്ത് പറന്ന് പോകും. അത് കാരണം നമ്മൾ കയറുമ്പോൾ അവർ നമ്മളോട് പറയണം നോക്കി കയറണേ, പതുക്കെ കയറണേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കണ്ടിട്ട് വീണ്ടും അടുത്തോട്ട് വരുമ്പോൾ ദേ ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. നിരവധി പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇഗ്വാനയൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കണ്ട് കിടക്കുന്ന ഇഗ്വാന. ഇതിനെയൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട് പിള്ളേർക്കൊക്കെ വരുമ്പോൾ ഒരു കൗതുകം കേട്ടോ ഇത് കാണുമ്പോൾ. ലവ് ബേർഡ്സ് കാര്യങ്ങൾ, ഈ ഇരിക്കുന്ന മക്കാവ് ഇത് ടേംഡാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നി ഞങ്ങളവിടെ നിന്നപ്പം. എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. നമ്മൾ തൊടാനൊക്കെ അത് നിന്ന് തരുന്നുണ്ടായിരുന്നു. ഞാനും വൈഫും ഒക്കെ അതിനെ തൊട്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് ഈ ആൾ കൈ കൊണ്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വൈക്കൂടെ വന്ന വൈഫ് സമ്മതിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ദാണ്ട് അടുത്തൊരു ഇഗ്വാന. ആൾ നല്ല ഉറക്കമാണ്. നല്ല വൃത്തിക്ക് കിടന്നുറങ്ങുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. അവിടെ ഈ ബുക്സ്, അങ്ങനെ ഫർണിച്ചർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മുടെ പലഹാരങ്ങൾ ഇതുണ്ട് അലുവ, കോഴിക്കോടൻ അലുവ, അങ്ങനെയൊക്കെയുള്ള അലുവകൾ. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ മിഠായികൾ ഒക്കെ, പഴയകാല മിഠായികളുടെ ഒരു സെക്ഷൻ. അതിനകത്ത് എന്നെ ആകർഷിച്ചതുകൊണ്ട് ഇത് ബട്ടൺസ് മിഠായി. പണ്ട് എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ഒരുപാട് പേര് മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ വൈഫിൻ്റെ സെക്ഷനായി കേട്ടോ. പുള്ളിക്കാരി അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എടുത്തില്ല, ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഒരു ഈ ഫാൻസി ഷോപ്പുകളൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ വീണ്ടും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ മാംഗോസൊക്കെ ഇരിക്കുന്ന ഏരിയ കേട്ടോ. മാംഗോ ഫെസ്റ്റ് ആണല്ലോ, അപ്പം മാംഗോ ആണ് അവരവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പല ഇനം മാങ്ങകൾ അവിടെ കാണാൻ പറ്റി. അതിനകത്ത് വ്യത്യസ്തമായ ചില പേരുകൾ കണ്ടുണ്ട്. ഇത് ഉദാഹത്ത്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു സംഭവം. പിന്നെ അവിടെ ഫുഡിൻ്റെ ഒരു ഏരിയ ഉണ്ട്, പക്ഷേ വലുതായിട്ടൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. പോകുന്നവർക്ക് പോകാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.